നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി സത്യൻ്റെ സിനിമാ നടൻ സത്യൻ അവരുടെ 55ാമത് ചരമവാർഷിക ദിനമാണ്. ആ മഹാൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തിയാകും. ഒരു സംഭവം നടന്നു, അത് വേണ്ടത്ര ശ്രദ്ധിച്ചു അറിയില്ല. 19 വയസ്സുകാരുള്ള ഒരു മുസ്ലിം പെൺകുട്ടി കാസർഗോഡ് ഭാഗത്ത് ഒരു മദ്രസ അധ്യാപകനെ കൊണ്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിലെന്തോ വിഷയം വന്ന് ആ കുട്ടി ആത്മഹത്യയായിട്ട് കാണും. ഏതാനും ദിവസം മുൻപാണ്. അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. എന്താണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കാത്തത്? കാരണം ഇപ്പോഴത്തെ 19 വയസ്സ് പ്രായമുള്ള മോഡേൺ ഏജിൽ ജീവിക്കുന്ന, മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന പെൺകുട്ടി മദ്രസ അധ്യാപകനോ അല്ലെങ്കിൽ മോസ്റ്റികൾക്കും ഒരു പോരായില്ല. ഒരു ദീനിയായിട്ട് കുറച്ചുകൂടി ബന്ധമുള്ളതാണ്, നല്ലതാണ്, സാമ്പത്തിക സൗകര്യമൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ചില പെൺകുട്ടി സംബന്ധിച്ച് ആ താടിയും തൊപ്പിയൊക്കെ വെച്ച് കൂടെ കൊണ്ടു നടക്കാനൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. സത്യമാണത്. അത് അവർ വിശ്വാസത്തിന് കുഴപ്പമില്ല, ആ ആനുകാലികമായ രീതി തെറ്റാണ്. അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ആ പെൺകുട്ടി പറഞ്ഞു കാണും എനിക്കത് പറ്റില്ല എന്ന്. പക്ഷെ അത് നിർബന്ധിച്ച് തീരുമാനിച്ചു. ആ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ നിങ്ങളുടെ അസുഖമെല്ലാം മാറിയില്ലേ? അതുകൊണ്ട് മുസ്ലിം സമുദായം മാത്രമല്ല, മാനവകുലത്തോട് പറയാണ്, നിങ്ങൾ നൊന്ത് പെറ്റ് വളർത്തിയ പെൺകുട്ടി അന്യമതത്തിൻ്റെ കൂടെ കയറി പോകും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആൾ കഴിക്കാതെ അവൾ മാറി നിൽക്കുന്ന നമുക്ക് വിഷമമുണ്ട്, അവളുടെ മരണത്തിൽ നമുക്ക് അങ്ങേറ്റ വിഷമമുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ പരമാവധി അതിൻ്റെ ദൂഷ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ തയ്യാറില്ലെങ്കിൽ അവർ ഇഷ്ടത്തിൽ വിട്ടേക്കണം, പോയി തൊലയിട്ടെന്ന് വയ്ക്കണം. ജീവിതം കളയുന്നതല്ലത്. അത് ഞാൻ കഴിഞ്ഞ ദിവസമേ ശനിയാഴ്ച ഈ ഉറുമ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അതൊരുപടി വലിയ ചർച്ച വിഷയമായി. ലോകവ്യാപകമായിട്ട് വാർത്ത പോയെങ്കിലും കേരളത്തിൽ പലൊരു ചർച്ച വിഷയം. എന്താണ് മൊയ്തീൻ ഷായെങ്കിലും അത് ഉറുമ്പിൻ്റെ കാര്യം? ഇതെന്താ കാര്യം എന്നറിയുമോ? ഇപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതിൻ്റെ പേരിൽ സ്ത്രീകളുടെ വോട്ട് കിട്ടി എന്നാണ് ഈ മണ്ടൻ UDF നേതാക്കൾ കണക്കാക്കുന്നത്. ഞാൻ മണ്ടൻ തന്നെ പറയും, കാരണം ശാസ്ത്രീയമായിട്ട് ഒരു ബന്ധമില്ല ആ വിഷയത്തിൽ. കേട്ടോളൂ. അതായത് ഞാൻ പോലെ ആകെ ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നത് 43% വോട്ടാണ് UDF കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 37% വോട്ടാണ് LDFന്, 20% വോട്ടാണ് BJPക്ക്. അപ്പോൾ 20% വോട്ടും ഏതാണ്ട് 37% വോട്ട് വരുമ്പോൾ 57%. 57% വോട്ടിൽ 1% ഒരു CPM ഉള്ളതുകൊണ്ട് 2-3% വോട്ട് മാത്രം മുസ്ലിങ്ങൾ പോയിട്ടുള്ളൂ. ബാക്കി 53-ൽ 24, 37, 57-ൽ ഒരു 2-3% പോയി. ബാക്കി 54% വോട്ട് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ ഹിന്ദുക്കളുടെ വോട്ടാണോ മരമണ്ടന്മാരെ? UDFനല്ലാത്ത LDFനും BJPയും കിട്ടിയിരിക്കുന്ന വോട്ട് 57% വോട്ടിൽ 3% വോട്ടാണ് മുസ്ലിം കിട്ടും. ബാക്കി 54% വോട്ട് ഹിന്ദുക്കളുടെ വോട്ടാണ്. ആകെ എത്ര ഉണ്ടോ? 50% താഴെയുള്ള ഹിന്ദുക്കളിൽ നിന്നാണ് ഇപ്പോൾ സംഘപരിവാർ എന്നത്. ഞാൻ 55% വെച്ചോ. അപ്പം മുസ്ലിങ്ങളുടെ വോട്ടാണ് കിട്ടിയത്. ബാക്കി വരെ ക്രിസ്ത്യാനി വോട്ടുകളെ ആകെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ 10% ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയോണ്ട് മാത്രമാണ് മരമണ്ടന്മാരെ UDF ഇത്ര വോട്ട് കിട്ടി ജയിച്ചത്. കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ കുറച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ചുണ്ട്. എന്നിട്ട് അതുകൊണ്ട് മേലല്ല സ്ത്രീകൾ വോട്ട് ചെയ്ത് നിങ്ങൾ ജയിച്ചത്. KSRT ബസ് ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് കൊടുത്തുള്ള വാഗ്ദാനം കേട്ടുകൊണ്ട് സ്ത്രീകളെല്ലാം വോട്ട് ചെയ്ത് നിങ്ങൾ ജയിപ്പിച്ചല്ല. ഒരു മര്യാദയില്ലാത്ത കാര്യമാണ് ഈ വനിതകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കാം. എന്ത് ന്യായീകരണമാണ്? വികലാംഗനാണോ, സാമ്പത്തിക ഇല്ലാത്തവരാണോ, പ്രായമുള്ളവരാണോ, ഇതൊക്കെ കൊടുക്കുക കുഴപ്പമില്ല. എന്ത് ന്യായം? ദിവസം 5,000-6,000 വരുമാനം കിട്ടുന്ന സ്ത്രീകൾക്ക് KSRT ബസ്സിൽ ഫ്രീ കൊടുക്കാന്ന് എന്ത് ന്യായമാണോ? കഴുതകൾ എന്നുള്ളത്. ഇന്നിപ്പോൾ ഒരു CMന് പൊന്നാടി അണിക്കാൻ വേണ്ടി രാവിലെ ഈ സമയത്ത് ഉദ്ഘാടന സമയത്ത് രാവിലെ ഏതോ ഒരു മണ്ട ശിരോമണി അവരുടെ ഡ്രസ്സ് കണ്ട അത്രയും കൂടെ ക്വാളിറ്റി ഉള്ളത് തോന്നണില്ല. എവിടെ CPച്ചോട് അയാൾ വള്ളി മാറ്റി കറക്കി കൊടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രി കണ്ണടിച്ചു.
മുഖ്യമന്ത്രി സിഗ്നൽ കൊടുത്തിട്ടായിരിക്കും അയാൾ മാറ്റിയത്. എൻ്റെ ഇടം നേടി കിട്ടുന്നത് ഈ ഇങ്ങനെ മൂക്കില്ലാത്തൊരു കസ്തൂരി വെക്കണത്. നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എന്തിനെ കെട്ടിപ്പറക്കി പോണത് തന്നെയല്ല. ഒരു ഉദ്ഘാടനത്തിനൊക്കെ CM എന്ന് പറഞ്ഞാൽ വിലയില്ലേ, ഒരു ആ സ്ഥാനത്ത് വിലയില്ലേ. ഒരു ഉദ്ഘാടനമൊക്കെ വരുന്ന സമയത്ത് അത് ഇരിക്കുമ്പോൾ അവിടെ കൊണ്ട് പൊന്നാട അണിയിക്കുക എന്നൊക്കെ അല്ലെങ്കിൽ മാലിട്ട് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തോ, ഇല്ലെങ്കിൽ അവിടെ പോയി നാണക്കേടാണ്. വിഷയം അതൊന്നുമില്ല, അത് ഞാൻ പറഞ്ഞോളൂ. അപ്പം ഈ ഉറുമ്പിൻ്റെ കാര്യം പറയുമ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും മറ്റ് എല്ലാവരും കൂടി BJP ആനുകൂല്യം കൊടുത്ത് രക്ഷപ്പെടാണ്. എന്നാൽ പിന്നെ നിങ്ങൾ നേരിട്ട് BJP കൊടുത്തൂടെ? നിങ്ങൾ ഈ ബ്രോക്കർ മുഖേന വിൽക്കാതെ നിങ്ങൾ നേരിട്ട് വിറ്റുവിടോ. ഇപ്പോൾ രാഷ്ട്രീയ വോട്ട് എന്ന വിൽപ്പനയാണല്ലോ. ഇന്ത്യയിൽ ജനാധിപത്യം പോയി, ജനാധിപത്യം ഇല്ല. കാരണം കൽക്കട്ടയിൽ 4000, 5000 പിന്നെ മെഷീനാണ് കത്തിച്ചത്. സർക്യൂട്ട് പോലും കൊണ്ട് സൂക്ഷിച്ചിട്ടാണ് ഇലക്ട്രോണിക് ഇതിന് വോട്ട് മെഷീൻ വയ്ക്കുന്ന സ്ഥലം അത്ര സൂക്ഷ്മമായി ഇസഡ് കാറ്റഗറി കൊടുക്കണം. അവിടെ തീ പിടുത്തണ്ടായിരുന്നപ്പോൾ അറിയാമല്ലോ, കത്തിച്ചാണല്ലോ. ജനാധിപത്യം ഇല്ല, വോട്ട് കിട്ടി എല്ലാവരും BJP ഭരിക്കുന്നവിടെ. അപ്പം ഞങ്ങൾ പറയുന്നൊരു പുതിയ പോയിന്റ്, നിങ്ങളെ അവർ നിങ്ങളുടെ വോട്ട് വാങ്ങി അവർ BJP വിറ്റ് കാശാക്കുമ്പോൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിൽക്കാൻ പാടില്ല. എന്നിട്ട് പിന്നെ ഏജന്റ് ബ്രോക്കർ എന്തിനാ? ഞങ്ങൾ ഇത്ര വോട്ട് ഇട്ടുണ്ട്, ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ BJP നേരിട്ട് കൊടുത്തൂടെ? തന്നെയുമല്ല, ഇന്ത്യ ഭരിക്കുന്നത് RSS ഉൾപ്പെടെയുള്ള BJP ടീമാണ്. രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിയെ നിങ്ങൾ ഇത് തൊട്ടുകൂടാ അല്ലെങ്കിൽ അയിത്തമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? സാമാന്യ ബുദ്ധി അർത്ഥമുണ്ടോ? ഒരു രാജ്യത്തെ അപ്പോൾ രാജാവ് വെറുത്തൽ കിടക്കാം, രാജ്യം പിന്നെ നാട്ടുകാർ വെറുതെ കിടക്കാൻ പാടില്ല പറയുമ്പോലെ ഒരു രാജ്യത്തെ ഭരിക്കുന്ന കക്ഷി ആ പാർട്ടി മോശമാണെന്ന് പറയുന്നത്, ആ പാർട്ടിയിലെ അനുഭാവികൾക്ക് മോശമാണെന്ന് പറഞ്ഞ് എന്താ അർത്ഥമുള്ളത്? വാസ്തവത്തിൽ 3-1 വോട്ടാണ് ഉള്ളത് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്. അത് ബാക്കി 3-2 പുറത്തുണ്ട്. പക്ഷേ ഈ 3-2 ഭാഗത്തെ യോജിപ്പിച്ച് കൊണ്ടുപോയി BJP താഴെ ഇറക്കാൻ കഴിവില്ലാത്ത ഈ പ്രതിപക്ഷത്തെ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ വോട്ട് തന്നെ അവർക്ക് വെറുതെ കൊടുക്കുന്നത്. ഇന്ന് വോട്ട് ഒരു അമൂല്യമായ വസ്തുവാണ്. ജനാധിപത്യത്തിൽ വോട്ട് എന്നത് വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. എന്നാൽ പിന്നെ നിങ്ങൾ നേരിട്ട്, പണ്ട് ഒരാൾ പറഞ്ഞാൽ ഈ മലം തിന്നണമെങ്കിൽ അർഷസ് പിടിച്ചോണ്ട് തിന്നണോ, അല്ലാത്തതിൻ്റെ പോലെ ഇതുപോലെ നിങ്ങൾക്ക് നേരെ ഈ കെയർ ഓഫിൽ വിറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് നേരിട്ട് കൊടുത്ത് അച്ചോണ്ട് നടത്താൻ പാടില്ലേ? ഞങ്ങളുടെ 5% വോട്ട് 20% വോട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് BJP പോലെ എന്ത് കുഴപ്പമില്ല? എന്താണ് കുഴപ്പം? ഇപ്പോഴത്തെ BJPയുടെ ഹരിയെ റബ്ബർ ബോർഡ് ചെയർമാനാക്കി ഇരിക്കുകയാണ്. ഹരി BJP നേതാവാണ്. മുഖ്യമന്ത്രി പിന്നെ സതീഷ് തന്നെയാണല്ലോ, മാറിയിട്ടൊന്നുമില്ലല്ലോ. റബ്ബർ ബോർഡ് കോർപ്പറേറ്റ് ചെയർമാൻ്റെ ഹരിയെ വെച്ചിരിക്കുകയാണ്. ഇന്നലെ 3 അത് പോയി. എല്ലാം BJPക്ക് അനുകൂലമായിട്ട് ഈ ഭരണകൂടം കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം LDF കൊടുത്തു. ഇനി ആരും എടുത്തോളം നിങ്ങൾക്ക് പോകാനുള്ളത്? ഇനി LDF എടുത്ത് പോയിട്ട് ഒരു കാര്യമുണ്ടോ? കഴിഞ്ഞ 10 വർഷം മനസ്സിലാക്കില്ലേ അവർ BJPയെ വിറ്റെന്നുള്ളത്. ഇനിയിപ്പോൾ ഈ സതീശൻ വിൽക്കല്ലേ, അല്ലെങ്കിൽ വേണുഗോപാലൊക്കെ. ഇനി എന്തിനാണ് ഇവരെ ആശ്രയിക്കുന്നത്? എന്താ നിങ്ങൾക്ക് നേട്ടം കിട്ടുന്നത്? ഇതൊരു ബാലയുടെ ചെന്നിട്ട് അവരെ ഹൗബ് നോക്കുമ്പോൾ മുസ്ലിമാന്ന് എനിക്ക് തോന്നുന്ന രൂപ കണ്ടിട്ട് അവർ തള്ളി ഇറക്കാണ് സ്റ്റേജിൽ നിന്ന്. ഒരു കഴുത്തിലേക്ക് ഒരു മാല ഇട്ട് ഒരു തീരലുള്ളൂ, അത് സമ്മതിച്ചില്ല. അതാണ് അവസ്ഥ. പിന്നെ നിങ്ങൾ എന്തിനാണ് അതാണ് നിങ്ങൾ വോട്ട് വിൽക്കുകയാണെങ്കിൽ മാന്യമായിട്ട് വിൽക്കും, വിലക്ക് വിൽക്ക്. എന്താണ് വിലക്ക് വിൽക്കുന്നത്? ഞങ്ങൾ 20% വോട്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ 5-1 ആനുകൂല്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് വാങ്ങിക്കാൻ പാടില്ലേ? 99% വോട്ട് കൊടുത്തിട്ടും ഒരു മുസ്ലിം സാഹിത്യം ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കാലം അതും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്താൽ കാരണം 4 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞ ഒരു മുസ്ലിം സ്ത്രീ ഉണ്ട് തിരുവനന്തപുരത്ത്. അവർക്ക് കൊടുക്കാതെ ഇന്നലെ വന്ന് 18-21 വയസ്സെടുത്ത് കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് നായരാന്ന കാരണത്താൽ അവർ കൊടുത്തു. അതുകൊണ്ട് ഭരണം പോയില്ലേ? അപ്പോൾ അവർ ചെയ്യുന്നില്ല. അവരൊക്കെ നിങ്ങളുടെ വോട്ട് വാങ്ങി വിൽക്ക്, അവർ കാര്യം സാധിക്കുകയാണ്. കാരണം വെള്ളാപ്പള്ളിയുടെ പേരിൽ ഇത്രയും ഗൗരവമായ കേസുണ്ടായിട്ട്, ഞാൻ പിണറായി അല്ലേ ഞാൻ കുറ്റം പറഞ്ഞത്, നിങ്ങൾ കള്ള സഖാക്കളെ പറഞ്ഞത്. സഖാക്കൾ ഇവിടെ പ്രവർത്തകരുണ്ടല്ലോ കുറേ ഇന്ത്യയിൽ, കേരളത്തിൽ. നിങ്ങൾ ആരെങ്കിലും ശബ്ദിച്ചോ ആ അനീതിക്കെതിരെ? ശബ്ദിച്ചിടോ? 10 വർഷം കൊണ്ടുവരുന്നില്ലേ? അത്രയും വ്യക്തമായിട്ട് തെളിവോടുകൂടി പറഞ്ഞിട്ട് നിങ്ങളെ കേസിനെ കുറിച്ച് ഒരു വരി മുന്നോക്കോ? അത് ഞാൻ ഭരണകൂടത്തെ അല്ല, ഭരണകൂടത്തെ തിരുത്തേണ്ടത് അണികളാണ്.
ഈ കള്ളന്മാരെ അണികളാണ്. കള്ളന്മാരെ അണികൾ നേതാക്കളുടെ ഇന്ന് റാമോളി ഇന്ന് എന്തെങ്കിലും ആനുകൂല്യം പറ്റുന്ന മിണ്ടാൻ പറ്റില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ കേസിനെ കുറിച്ച് അന്വേഷിച്ച് ചോദിച്ചോ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിങ്ങൾക്ക് ഇനി രക്ഷയില്ല, നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടില്ല. പിന്നെയുള്ള മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് അറിയാമല്ലോ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസ്ഥ അതാണ്. അവരുടെ പേര് മാറ്റിയില്ല, അത് നശിപ്പിച്ച് കേരളത്തിൽ കൂടി BJP അധികാരത്തിൽ കയറ്റിയിട്ടാണ് ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റും ലീഗും ഒതുങ്ങുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ പറ്റും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസും ഈ ലീഗും കൂടി ചേർന്ന് BJP കേരളത്തിൽ കൂടി അധികാരത്തിൽ കയറ്റിയ ശേഷം അവർ നശിച്ചു പോകുള്ളൂ, അവർ മാറുള്ളൂ, അല്ല മാറില്ല. അപ്പം ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ വോട്ട് വിൽക്കുമ്പോൾ വിലക്ക് വിൽക്കണം. എന്ത് സാധനം മാർക്കറ്റ് വിലക്ക് വിൽക്കണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഈ മാങ്കോസ്റ്റിൻ പിന്നെ റംബുട്ടാൻ, ഇതൊരു ചാനലിൽ പറഞ്ഞതാണ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ പറയാം, അത് ആ പറഞ്ഞ ആൾ പറയുന്നതാണ്, റംബുട്ടാൻ ആകുന്ന കാലത്താണ് മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഈ നിപ്പ പോലെ വൈറസ് വരുന്നത്. എന്നാൽ ചക്കക്കും വരുന്നില്ല, മാങ്ങയ്ക്കും വരുന്നില്ല, റംബുട്ടാനും മാത്രമാണ് ഇത് വരുന്നത്. അപ്പോൾ അത് പറയുന്നത് അവിടെ ഒരു ഹോസ്പിറ്റൽ, ഒരു ഡോക്ടർ, ഇത് എക്സ്പോർട്ട് ചെയ്ത ഒരു വ്യവസായി, ഒരു വനിതാ രാഷ്ട്രീയ നേതാവ്, ഇവർ 3 പേരും കൂടി ഒത്തുകളി കൊണ്ടാണ് ആ റംബുട്ടാൻ ഈ അസുഖം വരുത്തിയ പിന്നെ ആരും വാങ്ങിക്കില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ 300 ചില വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആരും വാങ്ങിക്കാതിരിക്കും, നിസ്സാര വില കിട്ടും, അവർ അത് കംപ്ലീറ്റ് എക്സ്പോർട്ട് ചെയ്യും. ഇത് അന്വേഷിച്ചാണെങ്കിൽ എറണാകുളത്ത് പ്രധാനപ്പെട്ട ഒരു പഴവർഗ്ഗ വ്യാപാരി കണ്ടു. ഞാൻ വെറുതെ ഇരിക്കില്ല, അങ്ങനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. റംബുട്ടാൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ടയില്ല. അവിടെ നിന്ന് ബാംഗ്ലൂർ ഈ കാർട്ടൺ കെട്ടി ഇതിൻ്റെ ബാംഗ്ലൂർ പോയിട്ട് അവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു തട്ടിപ്പാണെന്നുള്ള. അപ്പോൾ ഏതായാലും അദ്ദേഹം പറഞ്ഞ വരെ അല്പം കാര്യമില്ലായില്ല. അതാണ് അവസ്ഥ. വിലക്ക് വിൽക്കുന്നതിനെ പറയുമ്പോഴും എല്ലാം ഒതുക്കൽസാണ്, എല്ലാം ഒതുക്കൽസ്. ഇത് ഏത് കാലത്താണ് ഇനി എൻ്റെ സമുദായമേ നിങ്ങൾ ഇത് ഉണർന്നു വരുന്നത്, നിങ്ങൾ ബോധവാന്മാരാകുന്നത്? ഈ കോൺഗ്രസ് കൊണ്ട് നിങ്ങൾക്ക് രക്ഷ തോന്നുമോ? ഈ കമ്മോഷൻ കിട്ടും തോന്നുമോ? ഇനിയിപ്പോൾ എന്താണെയോ, ഇനിയിപ്പോൾ കുറേ 5 വർഷം സതീഷിൻ്റെ കുറ്റം വന്നിരിക്കും. സതീഷൻ ബന്ധം പറയും, വെള്ളാപ്പള്ളി പിണറായി പറഞ്ഞ പോലെ. അങ്ങനെ പറഞ്ഞ് അടുത്ത 5 വർഷം കഴിഞ്ഞ്, 5 വർഷം വേണ്ട, 3 വർഷം കുറേ ഇലക്ഷൻ നടക്കും. വരുമ്പോൾ ഈ വോട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി കമ്മ്യൂണിസ്റ്റിലേക്ക് പോകും, LDFിലേക്ക് പോകും. ഈ പാമ്പും കോണിയും കളിക്കും കൂടുതലേ. ഈ പാമ്പും കോണിയും കളിപ്പിച്ച് അവസാനം BJP വളരാതെ എന്നല്ലാതെ BJP തടസ്സാൻ പറ്റത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വോട്ട് വിൽക്കുന്ന മാന്യമായി വിലക്ക് കൊടുക്കുക. നിങ്ങൾ വല്ല കെയർഫുൾ കൊടുക്കില്ലേ? അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. സ്ത്രീകൾക്ക് ബസ് യാത്ര കൊടുക്കുന്ന അതിൽ എന്ത് ന്യായീകരണം ചോദിക്കുന്നത്? എന്തായാലും ന്യായീകരണം, എന്തെങ്കിലും ന്യായീകരണം വേണ്ടേ? പ്രായമുള്ളവർക്ക് കൊടുക്കാം, പാവപ്പെട്ടവർക്ക് കൊടുക്കാം, സീനിയർ സിറ്റിസന് കൊടുക്കാം, അല്ല എല്ലാവർക്കും കൊടുക്കാത്ത നടക്കും. 6 മാസം പോലും പോവോ? ഈ ഗവൺമെൻറ് 6 മാസം പോകുന്നില്ല, അത്ര കണ്ട് പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് കേസി വേണുപോലെ വാക്കുണ്ട്. സംഘപരിവാറിന് പോയ അതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് UDFിലെ CM പ്രതികരിച്ചു. അതൊക്കെ ഒരു പ്രതികരണം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അന്വേഷിച്ചപ്പോഴല്ലോ അങ്ങനെ പ്രതികരിക്കാനില്ലാതെ കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് VC-മാരെ ചോദ്യം ചെയ്യാനോ ശിക്ഷ അടക്കാനോ പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് കേന്ദ്ര ഗവൺമെൻറ്, ഗവർണർ നോമിനി, ഗവർണറാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നോമിനി. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവരെ കുറിച്ച് നടപടിയെടുക്കാനും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷെ അതുപോലെ നടപടിയെടുക്കുക എന്ന് ചില ബുദ്ധികൾ പറഞ്ഞിട്ടുണ്ട്, ഏതാ ശരിയെന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് KCയുടെ കളി ഭയങ്കര കളിക്കുന്നുണ്ട്. അതിൽ സംഘപരിവാറിന് കർശനമായിട്ടും എതിർപ്പ് പറഞ്ഞാണ് KCയുടെ ഇന്നത്തെ പ്രസ്താവന. അപ്പോൾ ഈ VD സതീഷിനെതിരെ മുസ്ലിം സമുദായം തിരിച്ചുകൊണ്ടും അങ്ങനെ KCക്ക് മുഖ്യം തരണം. ഈ പാമ്പും കോണിയും കളിക്കുന്നല്ല, രാജ്യത്തിന് നന്മക്കോ സമുദായ നന്മക്കോ ഒരു കാര്യം നടക്കുന്നില്ല. എൻ്റെ സ്നേഹിതന്മാരുണ്ട് ഈ അഡ്വക്കേറ്റൊക്കെ, അവരൊക്കെ ഒരു അബ്ദുറഹ്മാൻ, അപ്പോൾ ചില പെരുമ്പാർ ഭാഗത്തുള്ളതാണ്, അഡ്വക്കേറ്റാണ്, വലിയ ജന്മന കോൺഗ്രസ്സുകാരനാണ്. എന്നാൽ പുതിയ ലിസ്റ്റ് വന്നപ്പോൾ പുള്ളിയുടെ പേരൊന്നും ഇല്ലെന്നാണ്. എത്ര വർഷം കോൺഗ്രസ് നടത്താൻ അറിയുമോ? പുള്ളി ഈ MG യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറൊക്കെ ആയിരുന്നു. എന്നിട്ട് പുള്ളി പോയി ലിസ്റ്റ് ഒക്കെ പ്രൈസ് കൂടെ 10 പിന്നെ CM-ൻ്റെ ആളാന്നൊരു നായർ നേതാവോടെന്ന് പറയുന്നത്, ഞാനാണ് CM-ൻ്റെ എല്ലാ ആളും
ഇനി ഞാനാണ് നിയമിക്കുന്നത് 10 ലക്ഷം 5 ലക്ഷം വാങ്ങിക്കണമെന്നൊക്കെയാണ് ചാനൽ പുറത്ത് പറഞ്ഞത്. ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അത്ര ക്ലിയർ അല്ല സംഗതി. അത് വളരെ കറക്റ്റാണ്. സംതിങ് റോങ്. അത് കളിയാരാന്നുള്ളത് പിന്നീട് അറിയാതാണ്. ഇതാണ് അവസ്ഥ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. ഒന്ന്, ഞാൻ വീണ്ടും പറഞ്ഞാണ് ആലുവയിലെ തിരക്ക്. ഇന്ന് ഞാൻ രാവിലെ ആലുവ പോന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. കാരണം നമ്മൾ എറണാകുളത്ത് 2 ഡസോളം ഫ്ലൈ ഓവർ ഉണ്ട്. അവിടെ ആകെ 2 ഫ്ലൈ ഓവറുള്ളൂ. എന്നിട്ട് ഈ ബ്രിഡ്ജ് ഫ്ലൈ ഓവർ അല്ല, റെയിൽവേ ഓവർ ബ്രിഡ്ജ് ROB ഉള്ളു. അതിന് പകരമായിട്ട് ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു റെയിൽ ക്രോസ് ചെയ്ത് ഒരു ഫ്ലൈ ഓവർ മറൈൻ ബൈപ്പാസിലേക്ക് ഒരു ആലുവയിൽ വരണം. എങ്കിലേ അവിടുത്തെ തിരക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വണ്ടിയിലിരുന്ന ഒരാളോട് ഞാൻ സംസാരിച്ച കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അത് തന്നെയല്ല, ഒരു കാര്യം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന് നിങ്ങൾക്കെല്ലാം ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ, നമ്മൾ ഈ HMTയിലെ പരിഷ്കാരമൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞു. അത് ആദ്യം വിജയിച്ചാൽ പിന്നെ കുറച്ച് വിജയിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് കണക്ക് തന്നെ നിങ്ങൾ ശ്രമിക്കുക. ഏതാണ്ട് 2000 ബസ്, അത് 5 ട്രിപ്പ് 10 ചാല്, അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ ഒരു ട്രിപ്പാകുന്നത്. അപ്പോൾ അങ്ങോട്ട് മാത്രം പോയാൽ ഒരു ചാലെന്ന് പറഞ്ഞു. അപ്പോൾ 10 ചാല്, 2000 ബസ്, 20,000 ബസ് വരുന്നില്ല. 10 ട്രിപ്പ് 20,000 ബസ്സുകളാണ് കറങ്ങി വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വരുമ്പോൾ ആലുവ പട്ടണം കറങ്ങി പെർ ഡേ പെർ ഡേ മാത്രമല്ല, രാവിലെ ഒരു 6 മുതൽ രാത്രി 8 വരെ കണക്കായിക്കോ. അപ്പോൾ 14 മണിക്കൂർ ഈ ബസ്സുകളെല്ലാം ഇരട്ടി കറങ്ങാണ്. എങ്ങനെയെന്നറിയോ? ആലുവയിൽ നിന്ന് വരുന്ന ബസ് ആളെ എടുത്ത് ഇപ്പോഴത്തെ മെട്രോ സ്റ്റേഷൻ മുതൽ കറങ്ങി എല്ലാ സ്റ്റോപ്പിലും ഇറക്കി ഇറക്കിയിട്ട് ആ വണ്ടി എവിടെ നടക്കും? ആലുവ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് നടക്കും. അവിടെ 10-15 മിനിറ്റ് വിശ്രമിച്ച ശേഷം വീണ്ടും ആളെടുത്ത് ഈ കറക്കം മുഴുവൻ കറങ്ങിയവരാണ്. അപ്പോൾ ഇരട്ടി പോകേണ്ട ബസ് 20,000 പോണ്ടി 40,000 ഒന്നുമില്ലേ? സിറ്റിക്കത്തൂടി ആകെ വട്ടം ആലുവ പട്ടണമെന്നുണ്ട്. എറണാകുളം പോലുന്നല്ലോ. അതേ സ്ഥാനത്ത് അതേപോലെ ബുദ്ധിയുടെ അംശമുണ്ട്. ഈ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആരെങ്കിലും ബസ് ഓണേഴ്സോ കണ്ടക്ടർമാരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും കള്ളന്മാരുണ്ടെങ്കിൽ, സമ്പാദിക്കാനുള്ള നാടുവണ്ടിയിലോ ഉണ്ടെങ്കിൽ, ഈ ബസ്സൊക്കെ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആലിലും മെട്രോ സ്റ്റേഷൻ അവിടെ മുതൽ ആൾ എടുത്തു വരണം. എറണാകുളത്ത് പോകുന്ന വണ്ടി അവിടെ ആൾ ഇറക്കിയിട്ട് അപ്പം അത് എടുക്കുകയും ചെയ്യണം. അങ്ങനെ എടുത്ത് എല്ലാം വന്ന് എടുത്ത് വന്ന് ആലുവ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കഴിവെങ്കിൽ 2, 3, 4, 5 മിനിറ്റോടെ റെസ്റ്റ് ചെയ്തിട്ട് നേരെ ബൈപ്പാസിലേക്ക് കിടന്ന് എറണാകുളത്ത് പോകണമെങ്കിൽ ഈ ടൗൺ കറക്കണോ? പകുതി കറക്കം കുറയില്ലേ? 20,000 വണ്ടി, 2,000 വണ്ടി, 10, 20,000, 40,000 കറക്കം വരുന്നുണ്ട്. 40,000 20,000 കുറഞ്ഞ് കിട്ടിയാൽ ആ ഒറ്റക്കാരൻ കൊണ്ട് ആലുവ റോഡിലെ തിരക്ക് കുറക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ചിലപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതായത് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ബസ്, പ്രൈവറ്റ് ബസ്, അവരാളെടുത്ത് ഇറക്കിയാളെ പോകുന്നു. ഒരു 50 സ്റ്റോപ്പാണ് മേനകയിൽ നിന്ന് വരുമ്പോൾ ആലുവയിൽ ഇറക്കാൻ. ഈ 50 സ്റ്റോപ്പിലും ആൾ ഇറക്കണം, കയറണം. ഒരു വണ്ടി നിർത്തണമെങ്കിൽ 4-8 ഗിയർ മാറ്റണം. അപ്പോൾ ഗിയറൊന്നും മാറ്റാതെ തന്നെ ഈ ക്ലച്ച് ഔട്ടാനും ഗിയർ മാറ്റി കിട്ടുകിട്ടൊന്നും പോകണ്ടേ? അത് പോട്ടെ. അപ്പം ഇവിടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നറിയോ? മെട്രോ സ്റ്റേഷനിൽ ആൾ ഇറക്കി, അവിടെ ഇറക്കി എല്ലാ സ്റ്റോപ്പിലും ഇറക്കിയിട്ട് അവസാനം കാലി വണ്ടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറും. ബസ് സ്റ്റാൻഡിൽ കയറി 10, 15, 20 മിനിറ്റ് കിടന്ന ശേഷം അവിടെ നിന്ന് ആളെടുക്കും. ആളെടുത്ത് വീണ്ടും ഈ കറങ്ങിയ വഴി മുഴുവൻ കറങ്ങും അവിടുന്ന് ആളെടുക്കാൻ വേണ്ടി. അതേ സ്ഥാനത്ത് ഒറ്റ പ്രാവശ്യം വരികയും ഇറക്കാനുള്ളവർ അവിടെ ഇറക്കുക, കയറ്റാനുള്ള കയറ്റുക. ആ വണ്ടി കയറി നേരെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ വേണമെങ്കിൽ 4-5 മിനിറ്റ് കിടക്കുക. എന്നിട്ട് നേരെ ബൈപ്പാസിൽ കിടന്ന് എറണാകുളത്ത് നേരെ പോകണമെങ്കിൽ ഈ ടൗൺ ഒഴിവാക്കാൻ പാടില്ലേ? പകുതി ബസ് വാഹനം കുറയില്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലേ? വലിയൊരു വിഷയം. നമ്മൾ ചിന്തിക്കും. ബസ് ഓപ്പറേറ്റ് അസോസിയേഷൻ കണ്ടൊന്ന് ചിന്തിക്കും. മറ്റൊന്ന്, ഈ മെട്രോ സ്റ്റേഷനെ കുറിച്ച് പറയാൻ പാടില്ല. ഇന്ന് രാവിലെ ഞാൻ ആലിൽ നിന്ന് മെട്രോയിൽ എറണാകുളത്ത് പോകുമ്പോഴല്ലോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോലും ഇത്രയും തിരക്കില്ല. പ്രൈവറ്റ് ബസ്സിൽ പോലും ഇത്രയും തിരക്കില്ല. നിൽക്കാൻ പോലും സ്ഥലത്തെ എന്തിനും ഇത്രയും കാശ് കൊടുത്തിട്ട് കൊണ്ട്. അപ്പോൾ ആളെ നിയന്ത്രിക്കണം, ടിക്കറ്റ് ക്ലോസ് ചെയ്യണം, അടുത്ത വണ്ടി വെച്ചുകൊണ്ടിരിക്കണം. ഇത് കാശ് മുഴുവൻ വാങ്ങിക്കുകയും ചെയ്യും, അവസാനം നിന്നും പേർത്തും പോവുകയും ചെയ്യണം. അതല്ല ഞാൻ പറയാൻ വന്ന പോയിട്ട്. അങ്ങനെ ഹാളിൽ ഫാനില്ല, വേണ്ടത്ര എയർ സർക്കുലേഷൻ ഇല്ല. ഇവിടെ സ്റ്റാഫ് ഇരിക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്ന സ്റ്റാഫ് ഇരിക്കുന്നത് AC ആണെന്ന് തോന്നുന്നു. ബാക്കി പോലീസ് ഇരിക്കുന്നിടത്തും അവർ പോലീസാണെങ്കിലും അവരും മനുഷ്യരില്ലേ, അവർക്ക് അവകാശങ്ങളൊക്കെ. അത് ഞാൻ പോലീസായിട്ട് സംസാരിച്ചു. അവർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവർ പറയും ഞങ്ങൾ പോലീസല്ലേ, പോലീസാണെങ്കിലും അവർക്ക് അവകാശമല്ലേ. അത് മെട്രോയിലെ അധികാരികൾ എത്രയും പെട്ടെന്ന്, ഞാൻ ആലുവ മെട്രോ സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷൻ ആലുവ സ്റ്റേഷൻ, അവിടെ വേണ്ടത്ര എയർ വരുന്നുണ്ടോ, എയർ കിട്ടുന്നുണ്ടോ, എയർ ഉണ്ടോ,
കാരണം വെള്ളം മാത്രം താഴ്ന്ന നിൽക്കോളും. എത്ര വളവ് തിരുവുണ്ടെങ്കിലും വെള്ളം താഴ്ന്ന ഒഴുകിക്കോളും. പക്ഷെ വായു നേരെ സഞ്ചരിക്കുള്ളൂ, വായു പ്രകാശം നേരെ സഞ്ചരിക്കുള്ളൂ, വളഞ്ഞ് സഞ്ചരിക്കില്ല. അതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. വായു നേരെ സഞ്ചരിക്കുള്ളൂ, പ്രകാശം നേരെ സഞ്ചരിക്കുള്ളൂ. അതേസമയത്ത് വെള്ളമല്ല, എവിടെ താഴ്ച അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ വായു ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കയറി വരില്ല, നേരെ കയറാൻ പറ്റുള്ളൂ. അത് വെച്ച് നോക്കും, അവിടുത്തേത് നോക്കണം. മറ്റേ 2 കാര്യം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിന് ഒരു കാര്യം പറഞ്ഞു തന്നത് റംബുട്ടാൻ്റെ കാര്യം പറഞ്ഞോടി. ഇപ്പോൾ നോൺ വെജ് വേണ്ട, വെജിലേക്ക് മാറിക്കഴിഞ്ഞാൽ മണ്ടന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം 1 കിലോ തക്കാളി 100 രൂപയും കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുകളിൽ പോയവരും എനിക്കറിയില്ല. നിങ്ങൾ എല്ലാവരും കൂടി വെജിറ്റബിൾ മാറിക്കഴിഞ്ഞാൽ ഒരു 1000 രൂപ കിട്ടുമോ, തക്കാളി കിട്ടുമോ? അത് തന്നെ തക്കാളി കമ്മി ഉണ്ടാക്കുമല്ല, ഭൂമിയിൽ പൊട്ട് 10, 45, 50 ദിവസം കഴിഞ്ഞാൽ അത് കിട്ടുള്ളൂ. അവന് പെട്ടെന്നും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ വിശപ്പ് മാറ്റാൻ അതിന് ഫലമായിട്ട് പ്രോട്ടീൻ്റെ കുറവ് എനിക്ക് ഈ പ്രത്യേക സാധനക്കാർക്ക് ഈ ചത്ത പശുവിൻ്റെയും ചത്ത കാളയുടെയും അല്ലെങ്കിൽ പ്രായാധികം കൊണ്ട് ചാവം പോകുന്ന കാളയും പശുവിനെയൊക്കെ തിന്നാണ് അതിൻ്റെ തൊലിയൊക്കെ എടുത്താണ് ജീവിക്കുന്നത്. ഇത് ചത്ത പശുവിനെ കൊല്ലാൻ പാടില്ല, അറക്കാൻ പാടില്ല, ചത്ത പശുവിനെ പോലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നല്ല കാര്യം, ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടത്ര സംരക്ഷണം കൊടുത്തിട്ട് സംസ്കരിക്കണം. ഇത് അങ്ങനെ സംസ്കരിക്കാതെ മനുഷ്യന് പോലും വേണ്ടത്ര സംസ്കാരം ചെയ്യുന്നില്ല ഇന്ത്യയിൽ. അപ്പോൾ പിന്നെ മൃഗങ്ങളെല്ലാം പറയണ്ടോ? അങ്ങനെയാണ് ഗുജറാത്തിലെ സൂറത്തിൽ പ്ലേഗ് വന്ന് പതിനായിരങ്ങൾ എത്തുപോയത്. വെള്ളപ്പൊക്കം വന്ന്, ഭൂകമ്പം വന്ന്, ഇതെല്ലാം അടിഞ്ഞുകൂടി പൊക്കി വന്ന് അവിടെ രോഗാണു വന്ന് പ്ലേഗ് വന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുമോ അതിൻ്റെ പാർശ്വഫലം മനസ്സിലാകും, എന്നിട്ടേ പറയാവുള്ളൂ. അല്ലാതെ മൃഗങ്ങൾ വല്ല തിന്നാൻ പാടില്ല, അറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോ നമ്മൾ വിശ്വാസം ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അതിന് പകരം എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുള്ളൂ. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.